നമസ്കാരം, എല്ലാ കുട്ടികൾക്കും ഗിരീഷ് സാറാണ്. നാളെ കെമിസ്ട്രിയുടെ +2 പരീക്ഷയാണ്. എല്ലാവരും ഏറ്റവും കൂടുതൽ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന പരീക്ഷകളിലൊന്നാണ് കെമിസ്ട്രി. കാരണം ഓർഗാനിക് സെക്ഷൻ വളരെ കൂടുതലാണ്. നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം, ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ, അതിനുവേണ്ടിയാണ് ഞാൻ ഈ കാര്യങ്ങൾ പറയുന്നത്, ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിൻ്റെ വീഡിയോ ഉണ്ട്. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് അതിൻ്റെ ആൻസറും ചെയ്ത വീഡിയോ ഉണ്ട്. മാക്സിമം എല്ലാവർക്കും ആ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് കണ്ട് പഠിക്കാം. മാക്സിമം മാർക്ക് സ്കോർ ചെയ്യാം. കാരണം ഒരു ദിവസം പോലും നമുക്ക് ഗ്യാപ്പില്ല. നാളെ തന്നെ പരീക്ഷ ആയതുകൊണ്ട് നേരത്തെ ചെയ്തിട്ടേക്കുന്ന വീഡിയോ ആണ്. നിങ്ങൾക്ക് വളരെ ഉപയോഗപ്രദമാകും. അടിപൊളി ക്ലാസ്സുമാണ് രാഹുൽ സാറിൻ്റെ. നിങ്ങൾ കാണുക, കണ്ട് നന്നായിട്ട് പഠിക്കുക, നല്ല മാർക്ക് കിട്ടുന്നതായിട്ട് ആദ്യമേ പ്രാർത്ഥിച്ചുകൊണ്ട് മാഷ് നിർത്തുന്നു. ഡിസ്ക്രിപ്ഷനകത്ത് ഇമ്പോർട്ടൻറ്റ് വീഡിയോസും അതിൻ്റെ ആൻസേഴ്സും ഉണ്ട്, കാണാൻ മറക്കരുത്. നെവർ എവർ ഗിവ് അപ്പ്. ഇനി നിങ്ങൾ ക്ലാസ്സിൽ കാണാം. ഹായ്, എല്ലാ കുട്ടികൾക്കും നമസ്കാരം. രാഹുൽ സാറാണ്. സോ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, നമ്മൾ എക്സാമിൻ്റെ ക്ലാസ്സസ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം +2 ഓർഗാനിക്കിൻ്റെ 3 ചാപ്റ്റേഴ്സാണ് നമുക്ക് എക്സാമിന് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഈ 3 ചാപ്റ്റർ എന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഓർഗാനിക് ആണ്. കുറേ റിയാക്ഷൻസ് ഉണ്ട്. എല്ലാം കൂടെ തലയ്ക്ക് പ്രാന്തെടുക്കും നമ്മൾ റിയാക്ഷൻസ് പഠിക്കുക എന്നുള്ളത്. അതിൽ കുറേ എണ്ണം നെയിംഡ് റിയാക്ഷൻസ് ആണ് അല്ലേ. HBZ റിയാക്ഷൻ, കാൻഡിസൈഡ് റിയാക്ഷൻ, ആൾഡോൾ കണ്ടൻസേഷൻ, പിന്നെ അത് കണക്ക് തന്നെ വുഫ്-കിഷ്ണർ റിഡക്ഷൻ, പിന്നെ ഫിംഗൽസ്റ്റൈൻ റിയാക്ഷൻ, സ്വാർട്സ് റിയാക്ഷൻ, തേങ്ങാക്കൊല, മാങ്ങ എല്ലാം ഉണ്ട്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾക്ക് 20 മാർക്ക് നിങ്ങളുടെ എക്സാമിന് ചോദിച്ചാൽ, നിങ്ങളുടെ എക്സാമിന്, അതായത് മെയിൻ എക്സാമിന് സഹിതം 20 മാർക്ക്, അല്ലെങ്കിൽ നമ്മുടെ 60 മാർക്കിൽ ഒരു 10% മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ, കാരണം കൂടുതലും നെയിംഡ് റിയാക്ഷൻ ആയിരിക്കും, അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമുക്ക് ഓർഗാനിക്കിൽ കൂടുതലും ചോദിക്കുന്നത്. അപ്പം 20 മാർക്കിനകം സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് നെയിംഡ് റിയാക്ഷൻസ്, അതായത് നമ്മൾ ഇതേവരെ നിങ്ങളുടെ 3 ചാപ്റ്ററിലെയും നെയിംഡ് റിയാക്ഷൻസ് ഞാൻ എടുത്തിട്ടുണ്ട്. നമുക്ക് 17 നെയിംഡ് റിയാക്ഷൻസ് ആണ് വരുന്നത്. ഈ 17 എണ്ണത്തിൽ ഓരോന്നും നമ്മൾ പഠിക്കാൻ പോവുകയാണ്. ആ പഠിക്കുന്ന സമയത്ത് ഇത് ഏത് ചാപ്റ്റർ ആണെന്ന് കൂടെ ഞാൻ പറയും. ഇതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് വരും. അതാണ് 20 മാർക്ക് എന്ന് ഞാൻ പറഞ്ഞത്. ചിലപ്പം റിയാക്ഷൻ എന്താണെന്ന് പറഞ്ഞ് ചോദിക്കാം, എക്സ്പ്ലെയിൻ സാൻഡ്-മേയേഴ്സ് റിയാക്ഷൻ, അല്ലെങ്കിൽ ആ റിയാക്ഷനിൽ എന്താണോ നടക്കുന്ന കൺവേർഷൻ, എന്തായിട്ട് മാറുവാണോ അത് മാത്രമായിട്ട് ചോദിക്കാം, കൺവേർഷൻ എന്ന് പറഞ്ഞു. അല്ലെങ്കിൽ റിയാക്ഷൻ തന്നിട്ട് ഇത് ഏത് ടൈപ്പ് റിയാക്ഷനാണ്, ഇതിൽ എന്ത് പ്രൊഡക്റ്റാണ് കിട്ടുന്നത് എന്നൊക്കെ ചോദിക്കാം. അപ്പോൾ എങ്ങനെ വേണമെങ്കിലും ക്വസ്റ്റ്യൻ ചോദിക്കാം. അപ്പം ഓർഗാനിക്കിൻ്റെ 3 ചാപ്റ്റർ തന്നെ ഉള്ളത് കൊണ്ട് ആ ഓർഗാനിക്കിൽ 20 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള റിയാക്ഷൻസ് ആണ് ഞാൻ എടുത്തേക്കുന്നത്. 17 നെയിംഡ് റിയാക്ഷൻസ് ആണ് നമുക്ക് 3 ചാപ്റ്ററും കൂടി ഉൾപ്പെടുത്തി വരുന്നത്. ആ 17 നെയിംഡ് റിയാക്ഷൻസും ഞാൻ എടുത്തിട്ടുണ്ട്. ഓരോ റിയാക്ഷൻസ് ആയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഒന്നാമത്തെ റിയാക്ഷൻ സാൻഡ്-മേയേഴ്സ് റിയാക്ഷനാണ്. സാൻഡ്-മേയേഴ്സ് റിയാക്ഷൻ. ഈ സാൻഡ്-മേയേഴ്സ് റിയാക്ഷൻ പറയുന്ന കൂട്ടത്തിൽ തന്നെ ഞാൻ എന്ത് റിയാക്ഷനും പറയും, ഗട്ടർമാൻ റിയാക്ഷനും പറയും. ഈ ഗട്ടർമാൻ റിയാക്ഷനും ഗട്ടർമാൻ-കോച്ച് റിയാക്ഷനും രണ്ടും രണ്ടാണ്. സോ ഈ 2 റിയാക്ഷനും കൂടെ ഞാൻ ഒരുമിച്ചായിരിക്കും പറയുന്നത്. കാരണം 2 റിയാക്ഷനും ഒരേ ആളിൽ നിന്നാണ് പ്രൊഡക്റ്റിനെ തരുന്നത്. എടുക്കുന്ന ആൾക്കാർ മാറുന്നേ ഉള്ളൂ. അപ്പോൾ സാൻഡ്-മേയേഴ്സ് റിയാക്ഷൻ ആയാലും ഗട്ടർമാൻ റിയാക്ഷൻ ആയാലും എടുക്കുന്നത് ഡയസോണിയം സാൾട്ട് ആണ്. അപ്പോൾ സാൻഡ്-മേയേഴ്സും ഉണ്ട്, ഗട്ടർമാനും ഉണ്ട് കേട്ടോ. സാൻഡ്-മേയേഴ്സും ഗട്ടർമാനും. ഈ 2 റിയാക്ഷനിൽ നമ്മൾ എടുക്കുന്ന സ്റ്റാർട്ടിംഗ് റിയേജന്റ് ഡയസോണിയം സാൾട്ട് ആണ്. ഡയസോണിയം സാൾട്ട് ബെൻസീൻ റിങ്ങിന് മുകളിൽ N2+ഉം X-. ഇതാണ് ഡയസോണിയം സാൾട്ട്. ഈ ഡയസോണിയം സാൾട്ടിൽ നിന്നാണ് സാൻഡ്-മേയേഴ്സ് റിയാക്ഷനും ഗട്ടർമാൻ റിയാക്ഷനും സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിന് സാൻഡ്-മേയേഴ്സ് റിയാക്ഷൻ ആണെങ്കിൽ നമ്മൾ ഇതിനകത്തോട്ട് ആഡ് ചെയ്യുന്നത് Cu2X2. ഇവിടെ എന്ത് എക്സ് ആണ് എടുക്കുന്നത് ആ എക്സ്. ഗട്ടർമാൻ റിയാക്ഷൻ ആണെങ്കിൽ നമ്മളിവിടെ ആഡ് ചെയ്യുന്നത് Ki. ഗട്ടർമാൻ റിയാക്ഷൻ നമ്മൾ ആഡ് ചെയ്യുന്നത് Ki-യും സാൻഡ്-മേയേഴ്സ് റിയാക്ഷൻ ആഡ് ചെയ്യുന്നത് Cu2X2. രണ്ടായാലും നമുക്ക് കിട്ടുന്ന പ്രൊഡക്റ്റ്, സാൻഡ്-മേയേഴ്സ് റിയാക്ഷനിൽ ബെൻസീൻ റിങ്ങിന് മുകളിൽ നമ്മൾ എന്താണോ എടുക്കുന്ന എക്സ്, ആ എക്സ് സബ്സ്റ്റിറ്റ്യൂട്ടഡ് ആവും. ഗട്ടർമാൻ റിയാക്ഷനിൽ ബെൻസീൻ റിങ്ങിന് മുകളിൽ നമ്മൾ Ki അല്ലേ എടുത്തത്, സോ I സബ്സ്റ്റിറ്റ്യൂട്ടഡ് ആവും. ഇതാണ് സാൻഡ്-മേയേഴ്സ് റിയാക്ഷനും ഗട്ടർമാൻ റിയാക്ഷനും. 2 റിയാക്ഷൻ പഠിച്ചു. 2 നമ്മുടെ ഹാലോ ആൽക്കീൻസിലും ഹാലോ അറീൻസിലും വരുന്നതാണ്. സാൻഡ്-മേയേഴ്സ് റിയാക്ഷനും ഗട്ടർമാൻ റിയാക്ഷനും സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മുടെ ഡയസോണിയം സാൾട്ടിൽ നിന്നാണ്. ഡയസോണിയം സാൾട്ടിലോട്ട് കുപ്രസ് ഹാലൈഡ് ആഡ് ചെയ്യുന്നു. ഇവിടെ എന്ത് ഹാലജനാണോ എടുക്കുന്നത്, നോർമലി ഹാലജൻസ് എന്ന് പറയുമ്പോൾ ക്ലോറിനും ബ്രോമിനും ആണ് കേട്ടോ.
ഫ്ലൂറിനോ അയഡിനോ നമ്മൾ എടുക്കാറില്ല. അപ്പം ഏതാണോ എടുക്കുന്ന ഹാലജൻ അതിൻ്റെ തന്നെ കുപ്രസ് ഹാലൈഡ് എടുക്കുന്നു, ആ ഹാലജൻ മുകളിൽ വരുന്നു. എന്നാൽ ഗട്ടർമാൻ റിയാക്ഷൻ എൻ്റർലി ഡിഫറൻ്റ് ആണ്. നമ്മൾ KI ആണ് എടുക്കുന്നത്, ഇവിടെ എടുക്കുന്ന ഹാലജൻ അല്ല നമ്മൾ എടുക്കുന്നത്, പകരം അയഡിനാണ്. ബെൻസീൻ റിങ്ങിന് മുകളിൽ അയഡിൻ കിട്ടും. അപ്പോൾ വേണമെങ്കിൽ ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കാം, കൺവേർട്ട് ഡയസോണിയം സാൾട്ട് ടു, ഇവിടെ ഇപ്പോൾ ക്ലോറിനോ ബ്രോമിനോ ആയിരിക്കും, ക്ലോറോബെൻസീൻ. കൺവേർട്ട് ഡയസോണിയം സാൾട്ട് ടു അയഡോബെൻസീൻ. അങ്ങനെ ഇങ്ങനെ വേണമെങ്കിൽ ചോദിക്കാം. അയഡോബെൻസീൻ ആണെങ്കിൽ ഗട്ടർമാൻ റിയാക്ഷൻ്റെ റിയേജൻ എഴുതുക. ക്ലോറോയോ ബ്രോമോ ബെൻസീനോ ആണെങ്കിൽ നമ്മളുടെ സാൻമേസ് റിയാക്ഷൻ എഴുതുക. ഇനി ഈ ഡയസോണിയം സാൾട്ട് എവിടെ നിന്നാണ് കിട്ടുന്നതെന്ന് അറിയണ്ടേ? ഡയസോണിയം സാൾട്ട് കിട്ടുന്നത് ഇതിൽ നിന്നാണ്, NH2. ഇതിനെ വിളിക്കുന്ന പേര് ബെൻസീനാത്ത് NH2. ഇതിനെ വിളിക്കുന്ന പേര് ബെൻസീനാത്ത് NH2 എന്ന് നമ്മൾ വിളിക്കുന്ന പേരെന്തോ? ബെൻസീൻ. NH2 എന്ന് പറഞ്ഞാൽ അമീനാണ്, ബെൻസമീനാണ്. ബെൻസമീനെ വിളിക്കുന്ന പേര് അനിലീൻ എന്നാണ്. അനിലീനെ ആദ്യം ഡയസോണിയം സാൾട്ട് ആക്കും, അതിനുശേഷമാണ് ഈ രണ്ട് റിയാക്ഷൻ നടക്കുന്നത്. അനിലീനെ ഡയസോണിയം സാൾട്ട് ആക്കാൻ HNO2 ആഡ് ചെയ്യും. HNO2 എന്ന് പറയുന്നത് NaNO2-ൻ്റെയും HCl-ൻ്റെയും കൂടെ മിക്സ്ചറാണ്. ഇത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഡയസോണിയം സാൾട്ട് കിട്ടും. അതിൽ നിന്ന് സാൻമേസ് റിയാക്ഷനും ഗട്ടർമാൻ റിയാക്ഷനും ചെയ്യാം. അപ്പോൾ രണ്ട് റിയാക്ഷൻസ് ആണ് നിങ്ങൾ പഠിച്ചത്. അത് ഇങ്ങനെ വേണമെങ്കിൽ ചോദിക്കാം, കൺവേർട്ട് അനിലീൻ ടു അയഡോബെൻസീൻ. കൺവേർട്ട് അനിലീൻ ടു അയഡോബെൻസീൻ. അപ്പം അനിലീനെ അയഡോബെൻസീൻ ആക്കണമെങ്കിൽ അനിലീനെ ആദ്യം ഡയസോണിയം സാൾട്ട് ആക്കുക, അതിനുശേഷം ഗട്ടർമാൻ കോച്ച് റിയാക്ഷൻ ചെയ്യാം. കൺവേർട്ട് അനിലീൻ ടു ക്ലോറോബെൻസീൻ. അപ്പം അനിലീനെ ആദ്യം എന്താക്കുക? ഡയസോണിയം സാൾട്ട് ആക്കുക, അതിനുശേഷം സാൻമേസ് റിയാക്ഷൻ ചെയ്യുക, ക്ലോറോബെൻസീനോ ബ്രോമോബെൻസീനോ ആക്കും. ഇതാണ് ആദ്യത്തെ രണ്ട് റിയാക്ഷൻ. സാൻമേസ് റിയാക്ഷൻ, ഗട്ടർമാൻ റിയാക്ഷൻ. സ്റ്റാർട്ട് ചെയ്യുന്ന ഡയസോണിയം സാൾട്ടിൽ നിന്ന്, ഡയസോണിയം സാൾട്ട് കിട്ടുന്നത് അനിലീനിൽ നിന്ന്, അനിലീനെ ഡയസോണിയം സാൾട്ട് ആക്കുന്നു, ആ ഡയസോണിയം സാൾട്ട് കുപ്രസ് ഹാലൈഡ് ആഡ് ചെയ്യുന്നു, ആ ഹാലജൻ വരുന്ന ബെൻസീൻ കിട്ടുന്നു. KI ആഡ് ചെയ്യുന്നു, അയഡിൻ വരുന്ന ബെൻസീൻ കിട്ടും. അനിലീൻ ടു അയഡോ ബെൻസീൻ ചോദിക്കും, ഒത്തിരി വട്ടം ചോദിച്ചിട്ടുള്ളതാണ്. അനിലീൻ ടു അയഡോ ബെൻസീൻ ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ആദ്യത്തെ രണ്ട് നെയിംഡ് റിയാക്ഷൻ സാൻമേസ് റിയാക്ഷനും ഗട്ടർമാൻ റിയാക്ഷനും. ഓക്കെ, മൂവിങ് ടു തേർഡ് റിയാക്ഷൻ. തേർഡ് ആൻഡ് ഫോർത്ത് നമ്മൾ ഒരുമിച്ചാണ് പഠിക്കുന്നത്. തേർഡ് റിയാക്ഷനും ഫസ്റ്റ് രണ്ട് റിയാക്ഷനാണ്, പക്ഷെ നമ്മൾ ഒരുമിച്ചാണ് പഠിക്കുന്നത്. ഫിംഗൽസ്റ്റൈൻ റിയാക്ഷനും സ്വാർട്സ് റിയാക്ഷനും. രണ്ട് റിയാക്ഷനും സ്റ്റാർട്ട് ചെയ്യുന്നത് RXൽ നിന്നാണ്. RX എന്ന് പറയുമ്പോഴത്തേക്ക് ആൽക്കൈൽ ഹാലൈഡ്. ഈ X എന്ന് പറയുന്നത് ക്ലോറിൻ ആകാം, ബ്രോമിൻ ആകാം. ഇപ്പം ക്ലോറോ, ഇവിടെ ഒരു ആൽക്കൈൽ CH3 എന്നാൽ CH3Cl, CH3Br അല്ലെങ്കിൽ CH3CH2Br, ക്ലോറോ മീഥെയിൻ, ക്ലോറോ പ്രൊപ്പൈൻ, ബ്രോമോ മീഥെയിൻ, ബ്രോമോ പ്രൊപ്പൈൻ. അപ്പോൾ R എന്ന് പറയുമ്പോൾ ആൽക്കൈൽ ഗ്രൂപ്പ്. നമുക്ക് രണ്ട് റിയാക്ഷൻ, ഒന്ന് ഫിംഗൽസ്റ്റൈൻ, രണ്ടാമത്തേത് സ്വാർട്സ്. ഫിംഗൽസ്റ്റൈൻ റിയാക്ഷനകത്ത് ഞാൻ RXനകത്തോട്ട് RX എടുക്കുന്നു, RX എടുത്തിട്ട് RXനകത്തോട്ട് എടുക്കുന്നു, RXനകത്തോട്ട് ഞാൻ NaI സോഡിയം അയഡൈഡ് ആഡ് ചെയ്യുന്നു. സോഡിയം അയഡൈഡ്. അപ്പോൾ എനിക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് ഈ NAയും Xും കൂടെ ആര് പുറത്തു പോകും? NaX പുറത്തു പോകും, RI കിട്ടും. RI അതായത് ആൽക്കൈൽ അയഡൈഡ് കിട്ടും. സ്വാർട്സ് റിയാക്ഷനകത്ത് ഞാൻ എടുക്കുന്നത് AgF സിൽവർ ഫ്ലൂറൈഡ് അല്ലെങ്കിൽ SbF3 ആൻറ്റിമണി ഫ്ലൂറൈഡ്, ഇതൊക്കെ എടുക്കും. നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് ഈ X വന്ന് Ag വന്ന് Xനെ കൊണ്ടുപോകും, Sp വന്ന് Xനെ കൊണ്ടുപോകും, F അവിടെ കയറിയിരിക്കും. കിട്ടുന്നത് RF ആൽക്കൈൽ ഫ്ലൂറൈഡ്. ഇത് ഫിംഗൽസ്റ്റൈൻ റിയാക്ഷൻ, ഇത് സ്വാർട്സ് റിയാക്ഷൻ. ഇത്രയും മാത്രം നിങ്ങൾ ആലോചിക്കുക. നമുക്ക് നോർമലി ആൽക്കൈൽ ഹാലൈഡ് എന്ന് പറയുമ്പോഴത്തേക്ക് രണ്ട് ഹാലജൻസേ വരത്തുള്ളൂ, ക്ലോറിൻ അല്ലെങ്കിൽ ബ്രോമിൻ. ഫ്ലൂറിനോ അയഡിനോ വരാറില്ല. ഫ്ലൂറിൻ വരാത്തതിന് കാരണം ഇലക്ട്രോനെഗറ്റീവ് ആണ്, അയഡിൻ വരാത്തതിന് കാരണം വലിയ ആറ്റമാണ്. അപ്പോൾ ഫ്ലൂറിനോ അയഡിനോ നമുക്ക് ഈ ആൽക്കൈൽ ഹാലൈഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ ആൽക്കൈൽ ഗ്രൂപ്പിൻ്റെ ഒരു ഹൈഡ്രജൻ മാറിയിട്ട് പകരം ഹാലജൻ വരുന്നു. ആ ഹാലജൻ നമുക്ക് നോർമൽ കേസിൽ ഫ്ലൂറിനെയോ അയഡിനെയോ കൊണ്ടുവരാൻ പറ്റില്ല. നമുക്ക് കോമൺലി കൊണ്ടുവരാൻ പറ്റുന്നത് ക്ലോറിനെയും ബ്രോമിനെയാണ്. പക്ഷെ നമുക്ക് അയഡിനെ കൊണ്ടുവരണം അല്ലെങ്കിൽ ഫ്ലൂറിനെ കൊണ്ടുവരണം. അതിന് വേണ്ടിയിട്ട് നമ്മളൊരു ആൽക്കൈൽ ഹാലൈഡ് എടുക്കുന്നു. ആ ആൽക്കൈൽ ഹാലൈഡിൽ ഹാലജൻ ക്ലോറിനോ ബ്രോമിനോ ആയിരിക്കും. എടുത്തിട്ട് ആരുമായിട്ട് റിയാക്ട് ചെയ്യുന്നു? NaI, അത് ഫിംഗൽസ്റ്റൈൻ റിയാക്ഷൻ, RI ആയിട്ട് മാറും. AgFO SbF3. ഇനിയുണ്ട് രണ്ടെണ്ണം, COF2, അങ്ങനെ 2-3 എണ്ണം ഉണ്ട്. രണ്ടെണ്ണം മതി നമുക്ക്, AgFO SbF3. സ്വാർട്സ് റിയാക്ഷൻ
RF ആയിട്ട് മാറും. അപ്പം ആൽക്കൈൽ ഫ്ലൂറിഡിനെ പ്രിപ്പയർ ചെയ്യാൻ സ്വാർട്സ് റിയാക്ഷൻ, ആൽക്കൈൽ അയോഡൈഡിനെ പ്രിപ്പയർ ചെയ്യാൻ ഫിംഗൽസ്റ്റീൻ റിയാക്ഷൻ. അപ്പോൾ നിങ്ങളത് ചോദിക്കും കൺവേർട്ട് ക്ലോറോ ബെൻസീൻ ടു ഫ്ലൂറോ, അല്ലെങ്കിൽ കൺവേർട്ട് ക്ലോറോ മീഥേൻ ടു ഫ്ലൂറോ മീഥേൻ, കൺവേർട്ട് ക്ലോറോ മീഥേൻ ടു അയോഡോ മീഥേൻ. അയോഡിൻ ആണെങ്കിൽ ഫിംഗൽസ്റ്റീൻ, ഫ്ലൂറിൻ ആണെങ്കിൽ സ്വാർട്സ് റിയാക്ഷൻ. സോ നെക്സ്റ്റ് രണ്ടെണ്ണമായ ആദ്യം സാൻമേസും ഗട്ടർമാനും പഠിച്ചു. രണ്ടും സ്റ്റാർട്ട് ചെയ്യുന്നത് ഡയസോണിയം സാൾട്ടിൽ നിന്ന്. ഡയസോണിയം സാൾട്ട് വരുന്ന അനിലീനിൽ നിന്ന്, അനിലീൻ ടു ഡയസോണിയം സാൾട്ട്. ഡയസോണിയം സാൾട്ട് സാൻമേസ് ആകുമ്പോൾ ബെൻസീന് മുകളിൽ ക്ലോറിനോ ബ്രോമിനോ, ഗട്ടർമാൻ ആകുമ്പോൾ ബെൻസീന് മുകളിൽ അയഡിൻ. അതിന് NaI വേണം ആഡ് ചെയ്യാൻ. സോറി KI, NA അല്ല KI. NA വരുന്ന ഫിംഗൽസ്റ്റെയിൻ, AgF SbF3 എന്ന സ്വാർട്സ് റിയാക്ഷൻ. ക്ലിയർ ആണല്ലോ? ഓക്കെ, 4 റിയാക്ഷനായ. സോ 4 നെയിംഡ് റിയാക്ഷൻസ് ആണ് കംപ്ലീറ്റ് ചെയ്തത്. കൊള്ളാം. അപ്പം നമുക്ക് 20 മാർക്കിൽ 4 റിയാക്ഷൻസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഓക്കെ, ഇനി അടുത്തത് വില്യംസൺ ഈതർ സിന്തസിസ്. അത് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് പഠിക്കാം. ഹൺസ് ഡിക്കർ റിയാക്ഷൻ. ഓക്കെ, വില്യംസൺ ഈതർ സിന്തസിസ്. വില്യംസൺ ഈതർ സിന്തസിസ്, വില്യംസൺസ് ഈതർ സിന്തസിസ്. ആ പേരിൽ തന്നെ ഉണ്ട്. നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ പോകുന്ന ഈതറിനെയാണ്. അതിനെടുക്കുന്നത് RX, ആൽക്കൈൽ ഹാലൈഡ് എടുക്കുന്നു. റിയാക്ട് ചെയ്യുന്ന ആൾ RONA, സോഡിയം ആൽക്കോക്സൈഡ്. ഇയാളുമായിട്ട് റിയാക്ട് ചെയ്യുന്നു. ഈ NAയും Xും കൂടെ ആര് പുറത്തു പോകും? NA പുറത്തു പോകും. ROR ആവും. ROR ഈതർ കിട്ടും. 2 കാർബൺ ഇടയ്ക്ക് O വരുന്നതിനെ വിളിക്കുന്ന പേര് ഈതർ എന്നാണ്. ഇതാണ് വില്യംസൺ ഈതർ സിന്തസിസ്. നമ്മൾ എടുക്കുന്നത് ഇതാരാ? ROH, ആൽക്കഹോൾ. ആൽക്കഹോളിൻ്റെ H മാറിയിട്ട് NA വരും. RONA. അതിൽ NAയും Xും കൂടെ കമ്പൈൻ ചെയ്ത് NaX പുറത്തും ROR ജോയിൻ ആവും. ഈ R എന്ന് പറയുമ്പോഴത്തേക്ക് ആൽക്കൈൽ ഗ്രൂപ്പാണ്. CH3 ആവാം, CH3 CH2 ആവാം, എന്തുവേണമെങ്കിലും ആവേ. ഇതാണ് വില്യംസൺ സിന്തസിസ്. ഇനി ഹൺസ് ഡിക്കർ റിയാക്ഷൻ. പേര് നല്ലോണം സൂക്ഷിച്ച് വായിക്കണം കേട്ടോ. ഹൺസ് ഡിക്കർ റിയാക്ഷൻ. ഇവിടെ നമ്മൾ പ്രിപ്പയർ ചെയ്ത് ഈതറിനെ ആണെങ്കിൽ ഇവിടെ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് എസ്റ്ററിനെയാണ്. ഇവിടെ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന ആര്? ഈതറിനെ. ഇവിടെ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന ആരാ? എസ്റ്ററിനെ. അപ്പോൾ ഇത് രണ്ടും ഇന്റർ കണക്റ്റഡ് ആണ്. ഒരിടത്ത് ഈതറും ഒരിടത്ത് എസ്റ്ററും. RX എടുക്കുന്നു, RCOOAG എടുക്കുന്നു, സിൽവർ സാൾട്ട് ഓഫ് കാർബോക്സിലിക് ആസിഡ്. അതായത് കാർബോക്സിലിക് ആസിഡ് എന്ന് പറയുമ്പോഴത്തേക്ക് RCOOH അല്ലേ, H മാറിയിട്ട് AG വരും. RCOOHന്റെ H മാറിയിട്ട് AG വരും. ഇത് ROHന്റെ ആൽക്കഹോളിന്റെ H മാറിയിട്ട് NA വരും. ഇതാണ് ഇവിടെ വരുന്നത് വില്യംസൺ. ഇതാണ് ഇവിടെ വരും. ഇവിടെ എന്താ സംഭവിക്കുന്നത്? നേരത്തെ കണക്ക് തന്നെ AGയും Xും കൂടെ ആര് പുറത്തു പോകും? AgX. ബാക്കിയുള്ള ആൾക്കാരെന്ന് പറഞ്ഞേ RCOOR. COORനെ വിളിക്കുന്ന പേരാണ് എസ്റ്റർ, Oയെ വിളിക്കുന്ന പേരാണ് ഈതർ. സോ 2 റിയാക്ഷൻ, വില്യംസൺ ഈതർ സിന്തസിസും ഹൺസ് ഡിക്കർ റിയാക്ഷനും. 2 റിയാക്ഷനിൽ വില്യംസൺ ഈതർ സിന്തസിസ് ഈതറിനെ പ്രിപ്പയർ ചെയ്യുന്നു. ആൽക്കഹോളിൽ H മാറി NA വരുന്ന കോമ്പൗണ്ടും ആൽക്കൈൽ ഹാലൈഡുമായിട്ട് റിയാക്ട് ചെയ്യുന്നു. ഹൺസ് ഡിക്കർ റിയാക്ഷനകത്ത് ഈ എസ്റ്ററിനെ പ്രിപ്പയർ ചെയ്യുന്നു. ഇത് ഈതർ, ഇത് എസ്റ്റർ. എസ്റ്ററിനെ പ്രിപ്പയർ ചെയ്യാൻ കാർബോക്സിലിക് ആസിഡ് H മാറിയിട്ട് AG, സിൽവർ സാൾട്ട് ഓഫ് കാർബോക്സിലിക് ആസിഡ് എടുക്കുന്നു. AgXും പുറത്തു പോകുന്നു. നമുക്ക് എസ്റ്റർ കിട്ടും. ഇങ്ങനെ 6 റിയാക്ഷൻ, 7. ഈ 6 ആദ്യത്തെ 1, 2, 3, 4, 5, 6 ഈ 6 റിയാക്ഷനിൽ 2, 2, 2 ഇത് 2 ഇന്റർ കണക്റ്റഡ് ആണ്. ഇത് രണ്ടും ഇത് ഈതർ, ഇത് എസ്റ്റർ. ഇനി ഒരു റിയാക്ഷനും കൂടെ ആകുമ്പോഴത്തേക്ക് നമ്മുടെ 1ാമത്തെ ചാപ്റ്ററിന്റെ ഹാലോ ആൽക്കീൻസും ഹാലോ അറീൻസിന്റെ നെയിംഡ് റിയാക്ഷൻസ് എല്ലാം കഴിയും. സോ ലാസ്റ്റ് നെയിംഡ് റിയാക്ഷൻ അത് 3 എണ്ണം ഉണ്ട്. ഓക്കെ, വുഡ്സ് ഫിറ്റിക്ക്. അത് നമുക്കറിയാവുന്നതായിരിക്കും. വുഡ്സ് ഫിറ്റിക്ക്. ഓക്കെ, അത് നമുക്ക് വുഡ്സ് നോക്കാം. വുഡ്സ്, അതിനുശേഷം ഫിറ്റിക്ക്, പിന്നെ അതിനുശേഷം രണ്ടും കൂടെ ചേർത്ത് വുഡ്സ് ഫിറ്റിക്ക്. എല്ലായിടത്തും റിയേജന്റ് സോഡിയം ഡ്രൈതർ. വുഡ്സ് റിയാക്ഷൻ ആയാലും ഫിറ്റിക് റിയാക്ഷൻ ആയാലും സോഡിയം ഡ്രൈതർ ആണ് റിയേജന്റ്. വുഡ്സ് ഫിറ്റിക് ആയാലും സോഡിയം ഡ്രൈതർ. ഇവിടെ എല്ലായിടത്തും റിയേജന്റ് സെയിം ആണ്. എന്നാൽ വുഡ്സ് റിയാക്ഷനാണ് നമ്മൾ എടുക്കേണ്ടത് RX, ആൽക്കൈൽ ഹാലൈഡ്. ഫിറ്റിക്കിനകത്ത് നമ്മൾ എടുക്കേണ്ടത് അരൈൽ ഹാലൈഡ് ആണ്. അരൈൽ ഹാലൈഡ് എന്ന് പറയുമ്പോൾ ബെൻസീൻ റിങ്ങിനകത്ത് ഹാലജൻ. ഞാൻ അപ്പോൾ അതിങ്ങനെ വരയ്ക്കാം. അരൈൽ ഹാലൈഡ്, അതായത് ബെൻസീൻ റിങ്ങിനകത്ത് ഹാലജൻ. റിയേജന്റ് ഒക്കെ സെയിം തന്നെ, പക്ഷെ ബെൻസീൻ റിങ്ങിനകത്താണ് ഹാലജൻ. ഇവിടെ R എന്ന് പറയുമ്പോൾ സ്ട്രൈറ്റ് ചെയിൻ കോമ്പൗണ്ടിനകത്താണ് ഹാലജൻ.
വുഡ്സ് ഫിറ്റിക് ആകുമ്പോൾ ഇത് രണ്ടും കൂടെ ജോയിൻ ആവും. അപ്പോൾ ഒരെണ്ണം RXഉം ഒരെണ്ണം ബെൻസി റിംഗിൽ Xഉം. കണ്ടോ, ഇതാണ് വുഡ്സ് ഫിറ്റിക്. എടുക്കുന്ന റിയേജന്റ് സോഡിയം ട്രൈതർ, സോഡിയം ട്രൈതർ, സോഡിയം ട്രൈതർ. പക്ഷെ വുഡ്സ് ആകുമ്പോഴത്തേക്ക് ആൽക്കൽ ഹാലൈഡ്, സ്ട്രേറ്റ് ചെയിനകത്ത് X. വുഡ്സ് ഫിറ്റിക് ആകുമ്പോൾ ബെൻസീനകത്ത് X, അല്ല ഫിറ്റിക് ആകുമ്പോൾ ബെൻസീനകത്ത് X, വുഡ്സ് ഫിറ്റിക് ആകുമ്പോൾ സ്ട്രേറ്റ് ചെയിനും ബെൻസീനും കൂടെ വരും. ഇതിൻ്റെ എല്ലാത്തിനും പ്രൊഡക്റ്റ് ചെയ്യുമ്പോൾ X മാറ്റിയിട്ട് അതിനെ ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യാം, RR. X മാറ്റിയിട്ട് ഇതിനെ ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യാം, 2 ബെൻസീൻ റിപ്പീറ്റ് ചെയ്യും. X മാറ്റിയിട്ട് രണ്ടിനെ റിപ്പീറ്റ് ചെയ്യുക. റിപ്പീറ്റ് ചെയ്യുമ്പോൾ ഇത് രണ്ടും വുഡ്സ് ഫിറ്റിക്കിൽ മാത്രം ചേർത്താണ് എഴുതുന്നത്, രണ്ടെണ്ണം ഉള്ളതുകൊണ്ട് ചേർത്ത് എഴുതുക. അപ്പം ബെൻസി റിങ്ങിന് മുകളിൽ R. ഇതാണ് ഫിറ്റിക് വുഡ്സ് ഫിറ്റിക്ക്. എല്ലായിടത്തും റിയേജന്റ് സോഡിയം ട്രൈതർ. സോഡിയം ട്രൈതർ ആണെങ്കിൽ മഗ്നീഷ്യം ട്രൈതർ ആണെങ്കിൽ വേറെ ആണേ സോഡിയം ട്രൈതർ. ഇവിടെ സ്ട്രേറ്റ് ചെയിൻ കോമ്പൗണ്ട്, ഇവിടെ ബെൻസി റിങ്ങും സ്ട്രേറ്റ് ചെയിൻ കോമ്പൗണ്ട്. ഇവിടെ ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യും, ഇവിടെ ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യും, ഇവിടെ രണ്ടും കൂടെ ചേർത്ത് എഴുതും. ക്ലിയർ ആണല്ലോ? സോ 7 റിയാക്ഷൻ. ഇത്രയും റിയാക്ഷൻസ് ആണ് നമുക്ക് ഹാലോ ആൽക്കീൻസിലും ഹാലോ അറീൻസിലും വരുന്നത്. അപ്പോൾ ഒന്നും കൂടെ പറയാം. സാൻമേഴ്സ് റിയാക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഡയസോണിയം സാൾട്ടിലാണ്. കുപ്രസ് ഹാലൈഡ് ആഡ് ചെയ്യുന്നു, ബെൻസി റിങ്ങിന് മുകളിൽ ഹാലജൻ വരും. ഗട്ടർമാൻ കോച്ച് റിയാക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഡയസോണിയം സാൾട്ടിലാണ്. KI ആഡ് ചെയ്യുന്നു, ബെൻസി റിങ്ങിന് മുകളിൽ I വരുന്നു. രണ്ടിടത്തും സ്റ്റാർട്ട് ചെയ്യുന്നത് ഡയസോണിയം സാൾട്ടിൽ നിന്നാണ്, പക്ഷേ ഡയസോണിയം സാൾട്ട് കിട്ടുന്ന അനിലീനിൽ നിന്നാണ്. അപ്പോൾ അനിലീൻ ടു സാൻമേഴ്സ് റിയാക്ഷനകത്ത് ക്ലോറിനോ ബ്രോമിനോ ആണ് മുകളിൽ വരുന്നത്, എന്നാൽ ഗട്ടർമാനകത്ത് അയഡിനാണ്. അപ്പം ക്ലോറോബെൻസീൻ എന്നോ ബ്രോമോബെൻസീൻ എന്നോ, അനിലീൻ ടു ക്ലോറോബെൻസീൻ, അനിലീൻ ടു ബ്രോമോബെൻസീൻ, അല്ലെങ്കിൽ അനിലീൻ ടു അയഡോബെൻസീൻ ആകുമ്പോൾ ഗട്ടർമാൻ റിയാക്ഷൻ. പിന്നെ ഫിംഗൽസ്റ്റീനും സ്വാർട്സും രണ്ടും ആൽക്കൽ ഹാലൈഡിൽ നിന്ന് അയഡിനെയും ഫ്ലൂറിനെയും പ്രിപ്പയർ ചെയ്യാനാണ്. അയഡിനെ പ്രിപ്പയർ ചെയ്യാൻ ഫിംഗൽസ്റ്റീൻ, ഫ്ലൂറിനെ പ്രിപ്പയർ ചെയ്യാൻ സ്വാർട്സ്. പിന്നെ വില്യംസൺ, ഈതർ പ്രിപ്പയർ ചെയ്യാൻ വില്യംസൺ ഈതർ സിന്തസിസ്, എസ്റ്റർ പ്രിപ്പയർ ചെയ്യാൻ ഹൺസ്ഡിക്കർ. ഇതിനകത്ത് നമ്മൾ ആൽക്കഹോളിൻ്റെ H മാറ്റി NA കിട്ടുന്നു, ഇവിടെ ആസിഡിൻ്റെ H മാറ്റിയിട്ട് H കിട്ടുന്നു. പിന്നെ വുഡ്സ് ഫിറ്റിക്ക്. സോ ഇത്ര ആയപ്പോഴത്തേക്ക് നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ കഴിഞ്ഞു. ഇനി സെക്കൻഡ് ചാപ്റ്ററിനകത്ത് നമുക്ക് 2 റിയാക്ഷനേ ഉള്ളൂ കേട്ടോ. ഒന്ന് കോപ്സ് റിയാക്ഷനും 2 റൈമർ തേയ്മാൻ റിയാക്ഷനും. രണ്ടും സിമ്പിളാണ്. രണ്ടും ഞാൻ പറയാം. രണ്ടും സ്റ്റാർട്ട് ചെയ്യുന്ന ഒരാളിൽ നിന്നാണ്, രണ്ടും സ്റ്റാർട്ട് ചെയ്യുന്ന ഫീനോളിൽ നിന്നാണ്. അതായത് കോപ്സ് റിയാക്ഷൻ ആയാലും റൈമർ തേയ്മാൻ റിയാക്ഷൻ ആയാലും സ്റ്റാർട്ട് ചെയ്യുന്നത് ഫീനോളിൽ നിന്നാണ്. അതിൽ ഇവിടെ റൈമർ തേയ്മാൻ, ഇവിടെ കോപ്സ്. ഓരോന്നും പറയട്ടെ. റൈമർ തേയ്മാനും കോപ്സ്. അതിൽ റൈമർ തേയ്മാൻ ആകുമ്പോഴത്തേക്ക് നമ്മൾ ആഡ് ചെയ്യുന്നത്, റൈമർ തേയ്മാൻ റിയാക്ഷനകത്ത് ഈ ഫീനോളിനകത്തോട്ട് നമ്മൾ ആഡ് ചെയ്യുന്നത് CHCl3. CHCl3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലോറോഫോം ആണ്. ക്ലോറോഫോമും NaOH. ഇതാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. എന്നാൽ കോപ്സ് റിയാക്ഷനിൽ നമ്മൾ ആഡ് ചെയ്യുന്നത് NaOH ആണ്, പക്ഷെ അതിൻ്റെ കൂടെ CO2 ആണ്, കാർബൺ ഡയോക്സൈഡ് ആണ് ആഡ് ചെയ്യുന്നത്. ഇവിടെ NaOHും CHCl3യും, ഇവിടെ NaOHും CO2. ഇതാണ് വ്യത്യാസം. കിട്ടുന്ന പ്രോഡക്റ്റ് ഇവിടെ ബെൻസി റിങ്ങിനകത്ത് OH അവിടെ തന്നെ ഉണ്ട്. ഇവിടെയും ബെൻസി റിങ്ങിനകത്ത് OH അവിടെ തന്നെ ഉണ്ട്. കോപ്സ് ആകുമ്പോഴത്തേക്ക് കിട്ടുന്നത് COOHും തൊട്ടടുത്ത കാർബൺ COH വരും. റൈമർ തേയ്മാൻ ആകുമ്പോൾ തൊട്ടടുത്ത കാർബൺ CHO വരും. ഇത് സാലിസിലിക് ആൽഡിഹൈഡും ഇത് സാലിസിലിക് ആസിഡും രണ്ടെണ്ണം. സോ ഇത് രണ്ടും ഇന്റർ കണക്റ്റഡ് ആണ്. ഈ 2 റിയാക്ഷനും ഇത് രണ്ടും ആൽക്കഹോൾസ്, ഫീനോൾസ്, ഈതേഴ്സിൽ നിന്ന് വരുന്നതാണ്. രണ്ടെണ്ണം കോപ്സ് ഇലക്ട്രോളിസിസും റൈമർ തേയ്മാനും. കോപ്സിലും റൈമർ തേയ്മാനും രണ്ടും സ്റ്റാർട്ട് ചെയ്യുന്ന ഫീനോളിൽ നിന്നാണ്. അതിൽ റൈമർ തേയ്മാൻ ആകുമ്പോഴത്തേക്ക് ഫീനോളിൻ്റെ തൊട്ടടുത്ത് CHO വരും, ആൽഡിഹൈഡ് വരും. കോപ്സ് ആകുമ്പോഴത്തേക്ക് തൊട്ടടുത്ത് ആസിഡ് വരും. അപ്പം റൈമർ തേയ്മാനിൽ CHCl3 NaOH, കോപ്സിൽ NaOHും CO2. ഇവിടെ NaOH രണ്ടുപേർക്ക് സെയിം ആണ്. CHCl3ക്ക് പകരം ഇവിടെ CO2. ഇത് ക്ലോറോഫോം ആണ്, ഇത് കാർബൺ ഡയോക്സൈഡ് ആണ്. ഇതാണ് കോപ്സ് റിയാക്ഷനും റൈമർ തേയ്മാൻ റിയാക്ഷനും. ഓക്കെ, ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, ഇനി അടുത്തതിലോട്ട് നമുക്ക് പോവാം. അപ്പോൾ ഇപ്പം നമ്മൾ അടുത്ത 2 റിയാക്ഷനുകൾ പഠിച്ചേ. ഇപ്പോൾ എത്ര റിയാക്ഷനായി നോക്കാം? 9 നെയിംഡ് റിയാക്ഷനായി. ഒറ്റയടിക്ക് നമ്മൾ 9 നെയിംഡ് റിയാക്ഷനാണ് തീർത്തത്. 9. ഇനി നമുക്ക് 8 നെയിംഡ് റിയാക്ഷനുകളുണ്ട്. ഈ 8 എണ്ണം വരുന്നത് ആൽഡിഹൈഡ്സ്, കീറ്റോൺസ്, കാർബോക്സിലിക് ആസിഡിലാണ്. അപ്പോൾ ആദ്യത്തെ 7 എണ്ണം ഹാലോ ആൽക്കീൻസും സാൻമേഴ്സ്, ഗട്ടർമാൻ ഒരുമിച്ച് ഡയസോണിയം സാൾട്ടിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു. ക്ലോറോ ബ്രോമോ ബെൻസീനെ കിട്ടാൻ അയഡോ ബെൻസീനെ കിട്ടാൻ എടുക്കുന്നത് അനിലീനിൽ നിന്നാണ്. അനിലീൻ ടു ഡയസോണിയം സാൾട്ട്, പിന്നെ ബാക്കിയുള്ളത് ഇവിടെ
കുപ്രസ് ഹാലൈഡും ഇവിടെ KIയും. ഫിംഗർസ്റ്റൈനും സ്വാർട്സ്. ആൽക്കൈൽ ഹാലൈഡിൽ നിന്ന് അയഡിനെ കിട്ടാൻ ഫ്ലൂറിനെ കിട്ടാൻ, അയഡിനെ കിട്ടാൻ Na, ഫ്ലൂറിനെ കിട്ടാൻ AgF അല്ലെങ്കിൽ SbF3. വില്യംസണും ഹൺസ്ഡിക്കറും. വില്യംസൺ ഈതർ പ്രിപ്പയർ ചെയ്യാൻ, ഇത് എസ്റ്റർ പ്രിപ്പയർ ചെയ്യാൻ. ഈതർ പ്രിപ്പയർ ചെയ്യാൻ ആൽക്കഹോളിൻ്റെ H മാറ്റി Na, എസ്റ്റർ പ്രിപ്പയർ ചെയ്യാൻ ആസിഡിൻ്റെ H മാറ്റി Ag. പിന്നെ വുഡ്സ് ഫിറ്റിക്ക്. ദെൻ അതിനുശേഷം കോപ്സും റൈമറും. രണ്ടും ഫീനോളിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. റൈമർ തേയ്മാനിന് ഫീനോളിലുള്ള OHന് തൊട്ടടുത്ത് CHO വരും, ഇവിടെ COOH വരും. ഇവിടെ NaOHും CHCl3യും, ഇവിടെ NaOHും CO2. ഇനി അടുത്തത് റോസൻമണ്ട് റിഡക്ഷൻ. റോസൻമണ്ട് പറയട്ടെ. റോസൻമണ്ട് റിഡക്ഷനിൽ നമുക്ക് C+OCl ഇയാളെ നമുക്ക് C+OH ആക്കാം. അതായത് Cl മാറി പകരം H വരും. C+Oയുടെ കൂടെയുള്ള Cl മാറി C+Oയുടെ H വരും. ഇതിനെ നമ്മൾ വിളിക്കുന്ന പേര് ആസിഡ് ക്ലോറൈഡ് എന്നാണ്. ആസിഡ് ക്ലോറൈഡിനെ ആൽഡിഹൈഡ് ആക്കും. അതിന് നമ്മൾ എടുക്കുന്നത് ഹൈഡ്രജൻ, പലേഡിയം, ബേരിയം സൾഫേറ്റ്. ഇതാണ് നമ്മൾ എടുക്കുന്നത്. ഫോർ എക്സാമ്പിൾ RC+OCl ആസിഡ് ക്ലോറൈഡ് ആണ്. ഇതിനെ എനിക്ക് RC+OH ആക്കണം, ആൽഡിഹൈഡ് ആക്കണം. Cl മാറ്റി H ആക്കണം. എന്താ ആഡ് ചെയ്താൽ മതി? ഹൈഡ്രജൻ, പലേഡിയം, ബേരിയം സൾഫേറ്റ്. ഇതാണ് ബെൻസീൻ റിങ്ങിനകത്ത് C+OCl. എന്തിനാ ആഡ് ചെയ്യുക? ബെൻസീൻ റിങ്ങിനകത്ത് C+OH ആക്കണം. അപ്പോൾ Cl മാറി H ആക്കണം. എന്താ ആഡ് ചെയ്യുക? ഹൈഡ്രജൻ, പലേഡിയം, ബേരിയം സൾഫേറ്റ്. ഇതാണ് റോസൻമണ്ട് റിഡക്ഷൻ. അപ്പോൾ റോസൻമണ്ട് റിഡക്ഷനിൽ നമ്മൾ ചെയ്യുന്നത് ആസിഡ് ക്ലോറൈഡിനെ ആൽഡിഹൈഡ് ആക്കുന്നു. ആസിഡ് ക്ലോറൈഡ് എന്ന് പറയുമ്പോൾ C+OCl മാറി പകരം H വരും. നമ്മൾ ആഡ് ചെയ്യുന്നത് ഹൈഡ്രജൻ, പലേഡിയം, ബേരിയം സൾഫേറ്റ്. ഇതാണ് റോസൻമണ്ട് റിഡക്ഷൻ, റോസൻമണ്ട് റിയാക്ഷൻ അല്ലെങ്കിൽ റോസൻമണ്ട് റിഡക്ഷൻ. ഇനി അടുത്തത് സ്റ്റീഫൻസ് റിയാക്ഷൻ ആണ്. ഇനി നമുക്ക് 7 എണ്ണം കൂടെ ഉണ്ട്. ഈ 8 എണ്ണവും വരുന്നത് നമ്മുടെ ആൽഡിഹൈഡ്സ്, കീറ്റോൺസ്, കാർബോക്സിലിക് ആസിഡിലാണ്. ഇനി നമുക്ക് 8 എണ്ണം കൂടെ ഉണ്ട്, 7 എണ്ണം കൂടെ ഉണ്ട്. ഒരെണ്ണം നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. സോ നമ്മുടെ നെക്സ്റ്റ് നെയിംഡ് റിയാക്ഷൻ സ്റ്റീഫൻസ് റിയാക്ഷൻ ആണ്. സോ നമുക്ക് സ്റ്റീഫൻസ് റിയാക്ഷൻ നോക്കാം. ഇറ്റ്സ് സ്റ്റീഫൻസ് റിയാക്ഷൻ. സ്റ്റീഫൻസ് റിയാക്ഷനിൽ നമ്മൾ CN-നെ CH ആക്കി കൺവേർട്ട് ചെയ്യാൻ പോവാണ്. CN മാറ്റിയിട്ട് അതിന് പകരം CH എഴുതും. അപ്പോൾ CN എവിടെ കണ്ടാലും അതിന് അതായത് നൈട്രൈൽ, CN നമ്മൾ വിളിക്കുന്ന പേര് നൈട്രൈൽ എന്നാണ്. നൈട്രൈലിനെ നമ്മൾ ആൽഡിഹൈഡ് ആക്കുന്നു. നൈട്രൈലിനെ ആൽഡിഹൈഡ് ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്റ്റീഫൻസ് റിയാക്ഷൻ യൂസ് ചെയ്യുന്നത്. ഈ സ്റ്റീഫൻസ് റിയാക്ഷൻ യൂസ് ചെയ്യുന്ന റിയേജൻറ്റ് SnCl2HCl ആണ്. ഇതാണ് സ്റ്റീഫൻസ് റിയാക്ഷൻ്റെ റിയേജൻറ്റ്. ഇത് കൂടാതെ വാട്ടറും കൂടെ നമുക്ക് വേണം, H2. ഇപ്പോൾ നടക്കുന്നത് നമ്മൾ CN എടുക്കുന്നു, RCN, എന്നിട്ട് ഇതിനകത്തോട്ട് SnCl2HCl ആഡ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് കിട്ടുന്ന കോമ്പൗണ്ട് RCH+NH. ഇതിനെ വിളിക്കുന്ന പേര് ഇമീൻ എന്നാണ്. ഇമീൻ. ഇതിനകത്തോട്ട് നമ്മൾ വാട്ടറിനെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് RCH കിട്ടും. അപ്പം RCN എന്തായിട്ട് കൺവേർട്ട് ചെയ്യുന്നു? RCH, അതായത് CN-നെ CHO ആക്കി കൺവേർട്ട് ചെയ്യുന്നു. CN CHO ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന റിയേജൻ്റ് ആണ് സ്റ്റീഫൻസ് റിയാക്ഷൻ, അല്ലെങ്കിൽ നൈട്രൈൽ ആൽഡിഹൈഡ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ഹൗ വിൽ യു കൺവേർട്ട് നൈട്രൈൽ, ഇപ്പോൾ എത്താൻ നൈട്രൈൽ എന്നോ മീഥൈൻ നൈട്രൈൽ എന്നോ എന്ന് ചോദിച്ചിട്ട് ആൽക്കഹോളായിട്ട് ആൽഡിഹൈഡ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് ചോദിക്കുക. അപ്പോൾ നൈട്രൈലിനെ ആൽഡിഹൈഡ് ആക്കണമെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്യുന്നത് സ്റ്റീഫൻസ് റിയാക്ഷൻ ആണ്. ആദ്യം പറഞ്ഞത് റോസൻമണ്ട് റിഡക്ഷൻ ആണ്. അത് ആസിഡ് ക്ലോറൈഡിനെ ആൽഡിഹൈഡ് ആക്കാൻ, ഇത് നൈട്രൈലിനെ ആൽഡിഹൈഡ് ആക്കണം. അപ്പോൾ ഇവിടെ ഇത് C+OCl-നെ C+OH ആക്കുന്നു. ഇവിടെ CN-നെ CHO ആക്കുന്നു, നൈട്രൈലിനെ CHO ആക്കുന്നു. ഇവിടെ എടുക്കുന്ന റിയേജൻറ്റ് ഹൈഡ്രജൻ, പലേഡിയം, ബേരിയം സൾഫേറ്റ്. ഇവിടെ എടുക്കുന്ന റിയേജൻറ്റ് SnCl2HCl H2. ഇതാണ് റോസൻമണ്ട് റിഡക്ഷനും സ്റ്റീഫൻസ് റിയാക്ഷനും. രണ്ടും ആൽഡിഹൈഡിനെ പ്രിപ്പയർ ചെയ്യാനാണ്. ഒരാൾ പ്രിപ്പയർ ചെയ്യുന്നത് നമ്മളുടെ ആസിഡ് ക്ലോറൈഡിൽ, അത് റോസൻമണ്ട് റിഡക്ഷൻ. മറ്റേ ആൾ നൈട്രൈൽ, CN. പിന്നെ അത് കഴിഞ്ഞിട്ട് എറ്റാഡ് റിയാക്ഷൻ. എറ്റാഡ് റിയാക്ഷനകത്ത് ബെൻസീൻ റിങ്ങിന് മുകളിൽ CH3. ഇതിനെ വിളിക്കുന്ന പേര് ടൊളുവീൻ എന്നാണ്. ടൊളുവീനെ ബെൻസാൾഡിഹൈഡ് ആക്കുന്നു. ആ CH3ക്ക് പകരം CH ആക്കുന്നു, ബെൻസാൾഡിഹൈഡ്. ടൊളുവീനെ ബെൻസാൾഡിഹൈഡ് ആക്കാൻ
ടൊളുവീനെ ബെൻസാൽഡിഹൈഡ് ആക്കാൻ നമ്മൾ യൂസ് ചെയ്യുന്ന റിയാക്ഷനാണ് എറ്റാഡ് റിയാക്ഷൻ. ടൊളുവീനെ ബെൻസാൽഡിഹൈഡ് ആക്കും. അതിന് നമ്മൾ എടുക്കുന്ന റിയേജൻറ്റ് CrO2Cl2, ക്രോമൈൽ ക്ലോറൈഡും CS2, കാർബൺ ഡൈ സൾഫൈഡും ആണ്. ക്രോമൈൽ ക്ലോറൈഡും കാർബൺ ഡൈ സൾഫൈഡും എടുത്തു കഴിഞ്ഞാൽ ടൊളുവീൻ എന്തായിട്ട് കൺവേർട്ട് ചെയ്യും? ബെൻസാൽഡിഹൈഡ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. സോ ടൊളുവീനെ ബെൻസാൽഡിഹൈഡ് ആക്കുക. അപ്പോൾ നിങ്ങളുടെ എക്സാമിന് ചോദിക്കുകയാണ്, ഹൗ വിൽ യു കൺവേർട്ട് ടൊളുവീൻ ടു ബെൻസാൽഡിഹൈഡ്? സോ ടൊളുവീനെ ബെൻസാൽഡിഹൈഡ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന റിയാക്ഷനാണ് എറ്റാഡ് റിയാക്ഷൻ. എടുക്കുന്ന റിയേജൻറ്റ് CrO2Cl2 CS2. ഇതാണ് എറ്റാഡ് റിയാക്ഷൻ. ഇനി അടുത്തത് ഗട്ടർമാൻ കോച്ച് റിയാക്ഷൻ ആണ്. ഓൾറെഡി നമ്മളൊരു ഗട്ടർമാൻ റിയാക്ഷൻ പഠിച്ചായിരുന്നു. അത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടെ നിന്നായിരുന്നു? ഗട്ടർമാൻ റിയാക്ഷൻ അത് ഡയസോണിയം സാൾട്ടിൽ നിന്നാണ്. പക്ഷെ അവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത് ഡയസോണിയം സാൾട്ടിൽ നിന്നല്ല. ആ ഗട്ടർമാൻ കോച്ച് റിയാക്ഷൻ ചെയ്യുന്നത് ബെൻസീനിൽ നിന്നാണ്. ബെൻസീൻ എടുക്കുന്നു. ഇതിനകത്തോട്ട് CO⁻HCl ആഡ് ചെയ്യുന്നു. CO⁻HCl ആഡ് ചെയ്യുന്നു. നമുക്ക് കിട്ടുന്ന പ്രൊഡക്റ്റ് ബെൻസീന് മുകളിൽ CHO വരും. സോ ബെൻസീൻ എടുക്കുന്നു. എന്താ ആഡ് ചെയ്യുന്നു? CO⁻HCl ആഡ് ചെയ്യുന്നു. ബെൻസീന് മുകളിൽ CHO വരും. അപ്പോൾ നമ്മൾ ആദ്യം പഠിച്ചത് എറ്റാഡ് റിയാക്ഷനാണ്. എറ്റാഡ് റിയാക്ഷനിൽ നമുക്ക് കിട്ടുന്നത് ടൊളുവീനെ ബെൻസാൽഡിഹൈഡ് ആക്കുന്നു. ഇവിടെ ബെൻസീനെ ബെൻസാൽഡിഹൈഡ് ആക്കുന്നു. അപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് ടൊളുവീൻ ടു ബെൻസാൽഡിഹൈഡ്. ടൊളുവീനെ ബെൻസാൽഡിഹൈഡ് ആക്കുന്നു. ഇവിടെ ബെൻസീനെ ബെൻസാൽഡിഹൈഡ് ആക്കുന്നു. ബെൻസീൻ ടു ബെൻസാൽഡിഹൈഡ്. ഇതാണ് എറ്റാഡ് റിയാക്ഷനും കട്ടർ. അപ്പോൾ നമ്മൾ 4 റിയാക്ഷൻസ് ആണ് ഡിസ്കസ് ചെയ്ത. ഒന്ന് റോസൻമണ്ട് റിഡക്ഷൻ, ആസിഡ് ക്ലോറൈഡിനെ ആൽഡിഹൈഡ് ആക്കുന്നു. എടുക്കുന്ന റിയേജന്റ് ഹൈഡ്രജൻ, പലേഡിയം, ബേരിയം സൾഫൈഡ്, Cl മാറ്റി H കൊടുക്കുക. രണ്ടാമത്തെ സ്റ്റിഫൻ റിയാക്ഷൻ, നൈട്രൈലിനെ ആൽഡിഹൈഡ് ആക്കുന്നു. Cl പകരം CH കൊടുക്കുക. SnCl2 HCl H2 റിയേജന്റ്. പിന്നെ എറ്റാഡ് റിയാക്ഷൻ, ടൊളുവീൻ ബെൻസീൻ റിംഗിന് മുകളിൽ CH3, ആ CH3 മാറി CHO വരുന്നു. അത് നമ്മൾ എടുക്കുന്ന റിയേജന്റ് CrO2Cl2 CS2. അടുത്തത് ഗട്ടർമാൻ കോച്ച് റിയാക്ഷൻ. ഇവിടെ ഒരു ഗട്ടർമാൻ ഉണ്ട്, അത് ഗട്ടർമാൻ കോച്ച് റിയാക്ഷനാണ്. അവിടെ നമ്മൾ ബെൻസീനെ ബെൻസാൽഡിഹൈഡ് ആക്കുന്നു. ബെൻസീൻ എടുക്കുന്നു, അതിനകത്തോട്ട് CO⁻HCl ആഡ് ചെയ്യുന്നു, നമുക്ക് ബെൻസാൽഡിഹൈഡ് കിട്ടും. അപ്പം 13 റിയാക്ഷനായി. ഇനി 4 എണ്ണം കൂടെ ഉണ്ട്. നെക്സ്റ്റ് റിയാക്ഷൻ ക്ലെമൻസൺ റിഡക്ഷൻ ആണ്. ഓക്കെ, ക്ലെമൻസൺ റിഡക്ഷനും വുഫ്-കിഷ്ണർ റിഡക്ഷൻ. സോ നമുക്ക് എന്താണ് ക്ലെമൻസൺ റിഡക്ഷൻ, എന്താണ് വുഫ്-കിഷ്ണർ റിഡക്ഷൻ എന്ന് നോക്കാം. ഈ ക്ലെമൻസൺ റിഡക്ഷനും വുഫ്-കിഷ്ണർ റിഡക്ഷനും നമുക്ക് ഒരുമിച്ച് നോക്കാം. രണ്ടും C ഡബിൾ ബോണ്ടും. ഈ C ഡബിൾ ബോണ്ട് എന്ന് പറയുമ്പോഴത്തേക്ക് അതൊന്നില്ലെങ്കിൽ ആൽഡിഹൈഡ് ആകാം, അല്ലെങ്കിൽ കീറ്റോൺ ആവാം. കാർബോക്സിലിക് ആസിഡും ആവാം. പക്ഷേ ക്ലെമൻസൺ റിഡക്ഷനും വുഫ്-കിഷ്ണറും തരുന്നത് ആൽഡിഹൈഡോ കീറ്റോണോ ആണ്. ഒന്നുമില്ല, ഈ ആൽഡിഹൈഡ് കീറ്റോൺ എന്തായിട്ട് കൺവേർട്ട് ചെയ്യും? CH2 ആയിട്ട് കൺവേർട്ട് ചെയ്യും. അതായത് C ഡബിൾ ബോണ്ട് ഒയ്ക്ക് പകരം CH2 എഴുതും. C ഡബിൾ ബോണ്ടോ ഇവിടെ രണ്ടിടത്തും കാർബൺ വന്നാൽ അത് കീറ്റോൺ ആണ്. ഇവിടെ ഒരിടത്ത് കാർബണും ഒരിടത്ത് എച്ചും വന്നാൽ അത് ആൽഡിഹൈഡാണ്. അത് ആൽഡിഹൈഡ് ആയാലും കീറ്റോൺ ആയാലും ആരായാലും നമ്മൾ എടുക്കുന്ന ആൾ ആൽഡിഹൈഡ് ആകാം, കീറ്റോൺ ആകാം. അത് ഇവിടെ വരുന്ന ഗ്രൂപ്പിനനുസരിച്ചാണ് മാറുന്നത്. രണ്ടും കാർബൺ ആണെങ്കിൽ കീറ്റോൺ, ഒരെണ്ണം കാർബണും ഒരെണ്ണം എച്ചും ആണെങ്കിൽ ആൽഡിഹൈഡ്. രണ്ടായാലും എന്തായിട്ട് കൺവേർട്ട് ചെയ്യും? CH2 ആയിട്ട് കൺവേർട്ട് ചെയ്യും. അപ്പോൾ ആ കൺവേർഷന് നമ്മൾ യൂസ് ചെയ്യുന്ന റിയേജൻ്റ് ആണ് ക്ലെമൻസൺ റിഡക്ഷനും വുഫ്-കിഷ്ണർ റിഡക്ഷനും. ആ റിയേജൻ്റ് ഒന്ന് സിങ്ക് അമാൽഗം (HCl). ഇതാണെങ്കിൽ ഇത് വുഫ്-കിഷ്ണർ റിഡക്ഷൻ, ക്ലെമൻസൺ റിഡക്ഷൻ ആണ്. ക്ലെമൻസൺ. അപ്പോൾ കിട്ടുന്നത് C ഡബിൾ ബോണ്ടോ CH2. രണ്ടാമത്തത് NH2 സിംഗിൾ ബോണ്ട് NH2 ഹൈഡ്രസീൻ ആണിത്. അതും H2 ആണെങ്കിൽ നമുക്ക് കിട്ടുന്നത് വുഫ്-കിഷ്ണർ ആണ്. വുഫ്-കിഷ്ണർ. അപ്പോൾ രണ്ടിടത്തും റിയാക്ഷൻ സെയിം തന്നെ. C ഡബിൾ ബോണ്ടോ CH2 ആവും. അപ്പോൾ C ഡബിൾ ബോണ്ടോ CH2 ആക്കുന്നത് സിങ്ക് അമാൽഗം HCl ആണെങ്കിൽ ക്ലെമൻസനും, NH2 സിംഗിൾ ബോണ്ട് NH2 H2 ആണെങ്കിൽ വുഫ്-കിഷ്ണർ റിഡക്ഷനും ആയിരിക്കും. ഇത് ഹൈഡ്രസീൻ ആണ്. ഇത് സിങ്ക് അമാൽഗോ HCl-ഉം ഹൈഡ്രസീനും H2. ഇതാണ് വുഫ്-കിഷ്ണറും റിഡക്ഷൻ. രണ്ടിടത്തും എന്തായിട്ട് കൺവേർട്ട് ചെയ്യും? C ഡബിൾ ബോണ്ടും എന്തായിട്ട് കൺവേർട്ട് ചെയ്യും? CH2 ആയിട്ട് കൺവേർട്ട് ചെയ്യും. ഓക്കെ, നെക്സ്റ്റ് കെനിസാരോ റിയാക്ഷൻ ആണ്. നമ്മൾ ഓൾറെഡി കെനിസാരോ റിയാക്ഷൻസ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. കെനിസാരോ റിയാക്ഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് കെനിസാരം ഈ കെനിസാരോ റിയാക്ഷൻസ് നമുക്ക് നോർമലി വരുന്നത് ആൽഫ ഹൈഡ്രജൻ ഇല്ലാത്ത ആളിലാണ്. അതായത് CHO. ഇതാണ് ആൽഡിഹൈഡ്. ആൽഡിഹൈഡിന്റെ തൊട്ടിപ്പുറത്തെ കാർബണെ വിളിക്കുന്ന പേരാണ് ആൽഫ കാർബൺ. ആൽഫ കാർബൺ ഹൈഡ്രജൻ ഇല്ലെങ്കിൽ മാത്രമേ കന്നിസാര തരത്തുള്ളൂ. അപ്പം എന്താ? HCH.
ഇതാണ് ഫങ്ഷണൽ ഗ്രൂപ്പ്. ഫങ്ഷണൽ ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തേക്കുന്ന തൊട്ടടുത്ത കാർബണാണ് ആൽഫ കാർബൺ. തൊട്ടടുത്ത കാർബൺ ഇല്ല, അങ്ങനെയാണെങ്കിൽ ഹൈഡ്രജനും ഇല്ല. അപ്പോൾ ഇവിടെ ആൽഫ ഹൈഡ്രജൻ ഇല്ല, അവിടെ കന്നിസാരോ റിയാക്ഷൻ നടക്കും. C6H5CHO അറ്റാച്ച് ചെയ്തേക്കുന്ന തൊട്ടടുത്ത കാർബൺ അതിങ്ങനെയാണ് ഇരിക്കുന്നത്. ബെൻസീൻ റിങ്ങിനകത്ത് C6 ബെൻസീൻ റിങ് ആണ്, അതിനകത്ത് CHO. ഇതാണ് ഫങ്ഷണൽ ഗ്രൂപ്പ്. ഫങ്ഷണൽ ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തേക്കുന്ന കാർബൺ ഇതാണ്. ഇവിടെ ഹൈഡ്രജൻ ഉണ്ട്, ഇവിടെ ഹൈഡ്രജൻ ഉണ്ട്, ഇവിടെ ഹൈഡ്രജൻ ഉണ്ട്, ഇവിടെ ഹൈഡ്രജൻ ഉണ്ട്, ഇവിടെ ഹൈഡ്രജൻ ഉണ്ട്. ഇവിടുത്തെ ഹൈഡ്രജൻ മാറിയിട്ടാണ് CHO വരുന്നത്. അപ്പോൾ ഇവിടെ ഹൈഡ്രജൻ ഇല്ല, അപ്പോൾ ഇവിടെ ആൽഫ ഹൈഡ്രജൻ ഇല്ല. ഫങ്ഷണൽ ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തേക്കുന്ന കാർബൺ ആൽഫ, തൊട്ടടുത്ത കാർബണിനെ വിളിക്കുന്ന പേര് ബീറ്റ, അത് അടുത്ത കാർബൺ ഗാമ, പിന്നെ വരുന്ന കാർബൺ ഡെൽറ്റ. അപ്പം ആൽഫ കാർബണിൽ ഹൈഡ്രജൻ ഉണ്ടായിരിക്കണം. C6H5CHOയ്ക്ക് ആൽഫ ഹൈഡ്രജൻ ഇല്ല, HCHOയ്ക്കും ആൽഫ ഹൈഡ്രജൻ ഇല്ല. ആൽഫ ഹൈഡ്രജൻ ഇല്ലാത്ത ഒരാളിലോട്ട് കോൺസെൻട്രേറ്റഡ് NaOHO അല്ലെങ്കിൽ KOHO ആഡ് ചെയ്യാം. കോൺസെൻട്രേറ്റഡ് ബേസ് ആഡ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് രണ്ട് പ്രൊഡക്റ്റ് കിട്ടും. ആദ്യം ഒരു CHO COO Na അല്ലെങ്കിൽ K ആവും, അടുത്ത CHO CH2OH ആവും. അതായത് നമുക്ക് രണ്ടെണ്ണം, ഇതിപ്പം നമ്മൾ കന്നിസാരോ റിയാക്ഷൻ നടക്കുന്ന ആൾ രണ്ടെണ്ണം എടുക്കും. അതിലെ ഒരാളുടെ CHO COO NaOH ആണ് എടുക്കുന്നതെങ്കിൽ Na ആയിട്ട് കൺവേർട്ട് ചെയ്യും, COOK KOH ആണെങ്കിൽ K ആയിട്ട് കൺവേർട്ട് ചെയ്യും. ഒന്നില്ലെങ്കിൽ COO Na കിട്ടും, അപ്പം നമ്മൾ NaOH ആയിരിക്കണം എടുക്കേണ്ടത്. COOK കിട്ടും, അപ്പം നമ്മൾ KOH ആയിരിക്കണം എടുക്കേണ്ടത്. ഇത് രണ്ടിലെ ഒരാൾ അങ്ങനെ കൺവേർട്ട് ചെയ്യും, അടുത്ത ആൾ CH2OH ആയിട്ട് കൺവേർട്ട് ചെയ്യും. ഫോർ എക്സാമ്പിൾ ഇത് ഏതൊക്കെ പ്രൊഡക്റ്റ് കിട്ടും, നമ്മൾ ഇതിനകത്തോട്ട് ഞാൻ കോൺസെൻട്രേറ്റഡ് NaOH ആഡ് ചെയ്യുന്നു. അപ്പോൾ എന്തൊക്കെ കിട്ടും? ആദ്യം ഒരു C6H5 CHO എന്തായിട്ട് കൺവേർട്ട് ചെയ്യും? COO Na ആണോ K ആണോ? Na പ്ലസ് രണ്ടാമത്തെ C6H5 CHO എന്തായിട്ട് കൺവേർട്ട് ചെയ്യും? CH2OH. ഇതാണ് കന്നിസാരോ റിയാക്ഷൻ. ഒറ്റ കണ്ടീഷൻ മാത്രം നോക്കിയാൽ മതി, ആൽഫ ഹൈഡ്രജൻ ഉണ്ടോ ഇല്ലയോ. ഇല്ലാന്നുണ്ടെങ്കിൽ കന്നിസാരോ റിയാക്ഷൻ, ഉണ്ടെങ്കിൽ ആൽഡോൾ കണ്ടൻസേഷൻ ആണ്, ഇല്ലെങ്കിൽ കന്നിസാരോ റിയാക്ഷൻ. അപ്പോൾ അത് നെയിം റിയാക്ഷൻ അല്ല, ആൽഡോൾ കണ്ടൻസേഷൻ കേട്ടോ. അപ്പം അതുകൊണ്ടാണ് ഞാനിവിടെ എടുക്കാഞ്ഞത്. അത് നെയിം റിയാക്ഷൻ അല്ല. ആൽഡോൾ എന്ന് പറയുന്നത് കിട്ടുന്ന പ്രൊഡക്റ്റിൻ്റെ പേരാണ്, ഒരു നെയിം ആയിട്ടുള്ള റിയാക്ഷൻ അല്ലത്. വേണമെങ്കിൽ നമുക്ക് ആൽഡോൾ കണ്ടൻസേഷൻ കൂടെ നോക്കാം. അപ്പം ആൽഫ ഹൈഡ്രജൻ ഇല്ലാന്നുണ്ടെങ്കിലാണ് റിയാക്ഷൻ നടക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു CHO COO Na അല്ലെങ്കിൽ K ആവും, അടുത്ത CHO CH2OH ആവും. ഇതാണ് കന്നിസാരോ റിയാക്ഷൻ. ഇനി അടുത്തത് HVZ റിയാക്ഷനാണ്. HVZ റിയാക്ഷൻ്റെ ഫുൾ ഫോം അടിപൊളിയാണ് കേട്ടോ. HVZ റിയാക്ഷൻ, HVZ ഫുൾ ഫോം ഹെൽ വോൾഹാർഡ് സെലിൻസ്കീസ് റിയാക്ഷൻ. ഹെൽ വോൾഹാർഡ് സെലിൻസ്കീസ്, HVZ ഹെൽ വോൾഹാർഡ് സെലിൻസ്കീസ് റിയാക്ഷൻ. അതാണ് HVZ റിയാക്ഷൻ. നമ്മളിതാ CH3COOH എടുക്കുന്നു, ഒരു ആസിഡ് എടുക്കുന്നു, അതിനകത്തോട്ട് ഒരു ഹാലജനെ ആഡ് ചെയ്യുന്നു ഇൻ പ്രസൻസ് ഓഫ് റെഡ് ഫോസ്ഫറസ്. റെഡ് ഫോസ്ഫറസിൻ്റെ പ്രസൻസിൽ ഒരു ഹാലജനെ ആഡ് ചെയ്യുന്നു. അപ്പോൾ ഈ ഹാലജൻ നമ്മുടെ COOHൻ്റെ തൊട്ടടുത്ത കാർബണിലെ ഹൈഡ്രജനെ മാറ്റിയിട്ട് പകരം കയറും. അതായത് COOHൻ്റെ തൊട്ടടുത്ത കാർബണിൽ 3 ഹൈഡ്രജൻ ഉണ്ട്, അതിലെ ഒരു ഹൈഡ്രജനെ മാറ്റും, അതിന് പകരം നമ്മൾ എടുത്തേക്കുന്ന ഹാലജൻ കയറും. ഹാലജൻ നോർമലി നമ്മൾ എടുക്കുന്നത് ക്ലോറിനും ബ്രോമിനുമാണ്. അപ്പോൾ ഇവിടെ ക്ലോറിൻ അല്ലെങ്കിൽ ബ്രോമിൻ വരും. ഇതാണ് HVZ റിയാക്ഷൻ. എടുക്കുന്ന റിയേജൻറ്റ് ഹാലജൻ, ക്ലോറിനോ ബ്രോമിനോ റെഡ് ഫോസ്ഫറസ്, COOHൻ്റെ തൊട്ടടുത്ത കാർബണിലെ ഹൈഡ്രജൻ മാറിയിട്ട് ഹാലജൻ വരും. ഇങ്ങനെ 17 നെയിംഡ് റിയാക്ഷൻസ് ആണ് നമുക്ക് 3 ചാപ്റ്ററിലുമായിട്ട് വരുന്നത്. അപ്പം നമുക്ക് 3 ചാപ്റ്റർ ഓർഗാനിക് ആയതുകൊണ്ട് ഈ 17 റിയാക്ഷനും ഏത് രീതിയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാം. ഓക്കെ, അതായത് നമുക്ക് ഒരു ചാപ്റ്റർ മാത്രമേ ഉള്ളൂ കോർഡിനേഷൻ. ബാക്കി 60 നമ്മൾ 4ആയിട്ട് ഡിവൈഡ് ചെയ്താൽ തന്നെ, 60നെ നമ്മൾ 4ആയിട്ട് ഡിവൈഡ് ചെയ്താൽ തന്നെ നമുക്ക് 15 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ, 15 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ് ഒരെണ്ണത്തിൽ നിന്ന് വരുന്നത്. അപ്പോൾ 15 മാർക്ക് നമുക്ക് കോർഡിനേഷൻ, 15 ബാക്കി 15, 30, 45 മാർക്ക് ഓർഗാനിക്കാണ്, അറിയാലോ. അപ്പോൾ അതിനകത്ത് ഈ നെയിംഡ് റിയാക്ഷൻ്റെ 20 മാർക്കെങ്കിലും നമുക്ക് ഓർഗാനിക്കിൽ ഈ നെയിംഡ് റിയാക്ഷനിൽ നിന്ന് മാത്രമായിട്ട് കിട്ടും. അപ്പോൾ അതുകൊണ്ട് ഓരോ നെയിംഡ് റിയാക്ഷൻ പഠിക്കാം, 17 എണ്ണം. ഒന്നും കൂടെ പറയാം, സാൻമേസ് ഡയസോണിയം സാൾട്ടിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു, ഗട്ടർമാൻ ഡൈസോണിയം സാൾട്ടിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു. ഡൈസോണിയം സാൾട്ട് കിട്ടുന്നത് അനിലീനിൽ നിന്നാണ്. അതിൽ സാൻമേസ് ആകുമ്പോൾ കുപ്രസ് ഹാലൈഡ് എടുക്കുന്നു,
ഗട്ടർമാൻ ആകുമ്പോൾ KI എടുക്കുന്നു. ഇവിടെ ക്ലോറിൻ അല്ലെങ്കിൽ ബ്രോമോ ബെൻസിൻ കിട്ടുന്നു, ഇവിടെ അയഡോ ബെൻസിൻ കിട്ടുന്നു. പിന്നെ ഫിംഗൽസ്റ്റെയിനും സ്വാട്സും, ഇത് രണ്ടും ഫിംഗൽസ്റ്റെയിൻ ആൽക്കൈൽ ഹാലൈഡിൽ നിന്ന് ആൽക്കൈൽ അയഡൈഡിനെ പ്രിപ്പയർ ചെയ്യാൻ, സ്വാട്സ് ആൽക്കൈൽ ഹാലൈഡിൽ നിന്ന് ആൽക്കൈൽ ഫ്ലൂറൈഡിനെ പ്രിപ്പയർ ചെയ്യാൻ. ഇവിടെ എടുക്കുന്നത് NaI, ഇവിടെ എടുക്കുന്നത് AgF അല്ലെങ്കിൽ CSBF3. വില്യംസൺ സിന്തസിസ്, ഹൺസ്-ഡിക്കർ റിയാക്ഷൻ. വില്യംസൺ ഈതറിനെ പ്രിപ്പയർ ചെയ്യാൻ ആൽക്കഹോളിൽ എച്ച് മാറ്റിയിട്ട് OHൽ എച്ച് മാറ്റിയിട്ട് Na വരുന്നു. NAയും എക്സും കൂടെ പോവും, പിന്നെ O ഇടയ്ക്ക് വരും. ഇവിടെ ആസിഡിൻ്റെ എച്ച് മാറി Ag വരും, ഹൺസ്-ഡിക്കർ റിയാക്ഷൻ. പിന്നെ വുഡ്സ്, ഫിറ്റിക്ക്, വുഡ്സ് എല്ലാം സോഡിയം ഡ്രൈതറാണ്. വുഡ്സിൽ സ്ട്രേറ്റ് ചെയിൻ കോമ്പൗണ്ട് റിപ്പീറ്റ് ചെയ്യുക, ഫിറ്റിക്കിൽ ബെൻസീൻ റിങ് റിപ്പീറ്റ് ചെയ്യുക, വുഡ്സ് ഫിറ്റിക്കിൽ ഒരെണ്ണം ബെൻസീനും ഒരെണ്ണം സ്ട്രേറ്റ് ചെയിനും ചേർത്ത് എഴുതും. പിന്നെ കോപ്സും റൈമറും രണ്ടും ഫീനോളിൽ നിന്നാണ്. റൈമർ തൈമാലിൽ ഫീനോളുടെ തൊട്ടടുത്ത് CHO വരും, കോപ്സിൽ ഫീനോളുടെ OHൻ്റെ തൊട്ടടുത്ത് COOH വരും. ഇവിടെ നമ്മൾ എടുക്കുന്നത് CHCl3 NaOH, ഇവിടെ എടുക്കുന്നത് NaOHും CO2. പിന്നെ റോസൻമണ്ട് റിഡക്ഷൻ, സ്റ്റീഫൻസൺ. റോസൻമണ്ടിൽ C ഡബിൾ ബോണ്ടോ Cl മാറ്റി H, അതായത് ആസിഡ് ക്ലോറൈഡിൽ നിന്ന് ആൽഡിഹൈഡിനെ കിട്ടുന്നു. എടുക്കുന്നത് ഹൈഡ്രജൻ, പലേഡിയം, ബേരിയം സൾഫേറ്റ്. സ്റ്റീഫൻസ് റിയാക്ഷനിൽ CN-നെ CHO ആക്കുന്നു, നൈട്രയിൽ CHO ആക്കുന്നു. എടുക്കുന്നത് SnCl2 HCl H2. എറ്റാഡ് റിയാക്ഷനകത്ത് നമ്മൾ ടൊളുവീനെ ബെൻസാൾഡിഹൈഡ് ആക്കുന്നു. ടൊളുവീനെ ബെൻസാൾഡിഹൈഡ് ആക്കുന്നത് CrO2 Cl2 CS2. ഗട്ടർമാൻ കോച്ചിൽ ബെൻസീനെ ബെൻസാൾഡിഹൈഡ് ആക്കുന്നു. ബെൻസീനെ ബെൻസാൾഡിഹൈഡ് ആക്കാൻ COയും HClഉം അത് കൂടാതെ അൺഹൈഡ്രസ് AlCl3 കേട്ടോ. പിന്നെ ക്ലമൻസനും വുഫ്കിഷ്ണർ രണ്ടിലും C ഡബിൾ ബോണ്ടോ CH2. C ഡബിൾ ബോണ്ടോയ്ക്ക് പകരം CH2 വരുന്നു. അതിൽ ക്ലമൻസൻ ആണെങ്കിൽ സിങ്കമാൽഗവും HClഉം, വുഫ്കിഷ്ണർ ആണെങ്കിൽ ഹൈഡ്രസീനും പിന്നെ H2യും. പിന്നെ കെന്നിസൈൻ റിയാക്ഷൻ, ആൽഫ ഹൈഡ്രജൻ ഇല്ലാത്ത ആൾക്കാരിൽ നമ്മൾ കോൺസെൻട്രേറ്റഡ് ബേസിനെ ആഡ് ചെയ്യുമ്പോഴത്തേക്ക് ഒരു CHO COO Na അല്ലെങ്കിൽ K ആവും, ഒരു CHO CH2OH ആവും. ദെൻ HVS റിയാക്ഷൻ, നമ്മളൊരു ഹാലജനും റെഡ് ഫോസ്ഫറസും എടുക്കുന്നു, COOHന് തൊട്ടടുത്ത കാർബണിലെ ഹൈഡ്രജനെ മാറ്റിയിട്ട് നമ്മൾ എടുക്കുന്ന ഹാലജൻ വരും. അങ്ങനെ 17 നെയിംഡ് റിയാക്ഷൻസ്. 20 മാർക്ക് ഉറപ്പായിട്ടും ചോദിക്കും, മസ്റ്റായിട്ടും പഠിച്ചിട്ട് പോകാം. ഓക്കെ, അപ്പോൾ എന്താ നെയിം റിയാക്ഷൻ സെപ്പറേറ്റ് പഠിക്കേണ്ട, ഒറ്റ വീഡിയോയിൽ തന്നെ എല്ലാ നെയിം റിയാക്ഷനും പഠിച്ചിട്ട് പോകാം. ക്ലിയർ ആണല്ലോ?